എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 4 ഘട്ടങ്ങളിലായിട്ട് LGSന്റെ പരീക്ഷ കഴിഞ്ഞു അല്ലേ? ഇപ്രാവശ്യം LGS പരീക്ഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം പ്രിലിംസ് ഇല്ലാതെ നടന്ന പരീക്ഷയായിരുന്നു LGS. 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. അപ്പോൾ നവംബർ 2-ാം തീയതി മുതൽ 2-ാം തീയതി ഉണ്ടായിരുന്നു, അതുപോലെ നവംബർ 23, നവംബർ 30, ഡിസംബർ 7, ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതി അല്ലേ? ചിലരൊക്കെ കുറേ നെഗറ്റീവ് അടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷമത്തിലിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു 4 ഘട്ടങ്ങളിലെയും അനാലിസിസ് ഒന്ന് എടുക്കാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ ഘട്ടങ്ങളും എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഇനി നമുക്ക് വരാനിരിക്കുന്നത് ഈ ഒരു ഡിസംബറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസംബറിൽ തുടങ്ങാൻ പോകുന്ന പ്രിലിംസ് ആണ്. 10th ലെവൽ പ്രിലിംസ് ആണ്. ഒരുപാട് നല്ല പരീക്ഷകളാണ് ഈ ഒരു പ്രിലിംസിലുള്ളത് അല്ലേ? സെക്രട്ടേറിയറ്റ്, OA പോലെയുള്ള നല്ല നല്ല പോസ്റ്റുകളിലേക്കുള്ള പ്രിലിംസ് ആണ് ഈ ഡിസംബർ അവസാനം മുതൽ നടക്കാനിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്കൊരു LGS പേപ്പറിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 2-ന് നടന്നത് കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, വയനാട്, ഇങ്ങനെ 4 ജില്ലകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് ഒക്കെ അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. എന്നാൽ GK ടോപ്പിക്കിലേക്ക് 80 മാർക്കുള്ള GK ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ, അതായത് മുൻപ് നടന്ന LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് LGS അല്ലാതെ എന്നാൽ നമുക്കൊന്ന് കുറച്ച് നേരം മനസ്സിരുത്തിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം എഴുതാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എവിടെ വന്നത്, 1-ാം ഘട്ടത്തിലൊക്കെ വന്നത്. മാത്സ് താരതമ്യേന എളുപ്പം തന്നെയായിരുന്നു എല്ലാ ഘട്ടങ്ങളിലും. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മാത്സ് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് അല്ലേ? ഉത്തരമില്ലാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ടൈം നമുക്ക് അങ്ങനെ പോകും. ഇന്ന് അങ്ങനത്തെയുള്ള ചോദ്യങ്ങളൊന്നും കാര്യമായിട്ട് ഈ ഒരു ഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ GK ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിരുത്തി വായിച്ചാൽ ഉത്തരം കിട്ടുന്ന രീതിയിൽ, എന്നാൽ ഒറ്റയടിക്ക് നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 2-ാം ഘട്ടം നടന്നത് 23-ാം തീയതി, നവംബർ 23-ാം തീയതിയാണ്. കണ്ണൂർ, മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ഇതുപോലെ തന്നെയാണ് മുൻകാല ചോദ്യങ്ങൾ, അതായത് 2024 പല പരീക്ഷകളിലായിട്ട് നടന്ന പല ചോദ്യങ്ങളും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. അതിപ്പോൾ 1-ാം ഘട്ടത്തിലും ഉണ്ടായിരുന്നു, LDCക്കൊക്കെ ചോദിച്ച അതേ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ മുൻപ് 1-ാം ഘട്ടത്തിൽ LGSന്റെ 1-ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങളുടെ അതേ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേറെ രീതിയിലൊക്കെ ആയിട്ട് ഇവിടെയും ചോദിച്ചു കണ്ടിരുന്നു. ഇനി 3-ാം ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന കാര്യം എന്താണ്? 30-ാം തീയതി നടന്ന 3-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം, ഈ 3 ജില്ലകളിലേക്കാണ് 3-ാം ഘട്ടം നടന്നത്. അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ്? പുതിയ പാഠപുസ്തകത്തിൽ നിന്നാണ്. അതായത് ഇപ്പോൾ 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷമാണ് പുതിയ പാഠപുസ്തകം വന്നത്. അപ്പോൾ പുതിയ പാഠപുസ്തകത്തിലെ ആ ഭാഗങ്ങളിൽ നിന്നാണ് ധാരാളം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് ആ ഭാഗത്തു നിന്ന്. അതും നമുക്ക് ശ്രദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാർട്ട് 2 പാഠപുസ്തകത്തിൻ്റെ തന്നെ 2 പാഠപുസ്തകങ്ങളാണല്ലോ. അപ്പോൾ ഭാഗം 2-ൽ അത് ഈ ഇടയ്ക്കാണ് കുട്ടികൾക്ക് കിട്ടിയതും അതുപോലെ തന്നെ സമഗ്ര പ്ലസിൽ അപ്ലോഡായതും. ഈ അപ്ലോഡായി പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ ഭാഗം 2-ൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുവിധമൊക്കെ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷേ പാഠപുസ്തകത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗം 2-ൽ നിന്നുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട്, ഇപ്പോൾ സോഷ്യലിൻ്റെ ഭാഗത്തു നിന്നായാലും സയൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരുപാട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പാഠപുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഈ ഘട്ടങ്ങളിലേക്കൊക്കെ പാഠപുസ്തകം അത്രത്തോളം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 4-ാം ഘട്ടം നടന്നത് ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. ഡിസംബർ 7-ാം തീയതി നടന്ന് എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്, ഈ 4 ജില്ലകളിലേക്കാണ് നടന്നത്. ഇവിടെയും ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മുൻപൊക്കെ പരീക്ഷകൾക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ശരിയായത് ഏത്, 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി. പക്ഷേ ഇപ്രാവശ്യമൊക്കെ എത്തിയപ്പോഴേക്കും
സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കൂടി, 6ഉം 7ഉം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പം നമുക്ക് എന്താണ്, ക്വസ്റ്റ്യൻ വായിക്കാനും കുറച്ചധികം സമയം വേണം, മനസ്സിലാക്കാനും കുറച്ച് സമയം വേണം. അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെയും മുൻഘട്ടങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ 4 ഘട്ടങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പരീക്ഷ തന്നെയായിരുന്നു. ഒരു 70ന് മുകളിൽ മാർക്ക് വാങ്ങാവുന്ന രീതിയിൽ ഉള്ള പരീക്ഷ തന്നെയായിരുന്നു. പക്ഷെ നമുക്കറിയാം LGS പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറച്ച് ഉയർന്നത് തന്നെയായിരിക്കും. മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് കട്ട് ഓഫ് താരതമ്യേന കുറവായിരിക്കും. പക്ഷേ ഈ ഒരു പരീക്ഷയ്ക്ക് അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി OAK ലാസ്റ്റ് ഗ്രേഡ് എക്സാം നടന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയായിരുന്നു അവിടെയും വന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള കട്ട് ഓഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് LGS പോലുള്ള പരീക്ഷകളായതുകൊണ്ട് തന്നെ. പക്ഷേ അത് വിചാരിച്ചിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായി, അല്ലെങ്കിൽ കാര്യമായുള്ള പ്രിപ്പറേഷന് ടൈം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള വിഷമിച്ചിരിക്കുന്നവർ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്. ഇനി അപ്ലൈ ചെയ്ത പരീക്ഷയെ നല്ല രീതിയിൽ എങ്ങനെ പഠിച്ച് നമുക്കൊരു പെർഫോം ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എങ്ങനെ മികച്ചതാക്കി എടുക്കാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്, അല്ലേ? അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ഇനി 10th ലെവൽ പ്രിലിംസും വരുന്നത്. ഇതിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യും. കാരണം നമ്മൾ LGSന് കണ്ടു LDCക്ക് ചോദിച്ച ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ഈ വർഷം നടന്ന പല പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ 10th പ്രിലിംസിലും സാധ്യതയുണ്ട് ഈ വർഷം ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങൾ, അപ്പോൾ നമ്മൾ ഒരു 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അതിൽ GK ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, ഇപ്പോൾ ഡിഗ്രി ലെവൽ ഒരു പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒട്ടും അവഗണിക്കുകയല്ല വേണ്ടത്. അതിൽ എങ്ങനെയൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ 10th പ്രിലിംസ് പരീക്ഷ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ കാണേണ്ടതാണ്. കാരണം അതിൽ പ്രിലിംസ് നടക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻറ്റ് ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ മുഴുവൻ പേർക്കും ജോലി കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്, പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന് പരീക്ഷ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റിലേക്കുള്ള പരീക്ഷയൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് 10th പ്രിലിംസ് എഴുതുന്നവർക്കായിട്ട് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വരുന്ന ഡിസംബർ 28-ാം തീയതി പരീക്ഷ ഉണ്ടോ എന്നുള്ളത് അറിയാറായിട്ടില്ല, അല്ലേ? 14 ദിവസം മുമ്പേ നമുക്ക് ഹാൾ ടിക്കറ്റ് വരുള്ളൂ. അപ്പോൾ ഏത് ഘട്ടം തന്നെ ആയാലും നിങ്ങൾക്കുള്ള ആ ഒരു ബൂസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്